പശ്ചിമേഷ്യ യുദ്ധ കലുഷിതമാണ്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. അത് ടെൽ അവീവിൽ തന്നെയാണ്. ടെൽ അവീവിലും അതോടൊപ്പം തന്നെ ജെറുസലേമിലും ജനവാസ മേഖലയിലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുള്ളത്. ജെറുസലേമിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ അശ്വജിത് സി കൂടി ചേരുന്നുണ്ട്. അശ്വജിത്ത്, ലോകമൊന്നാകെ ആശങ്കയുടെ മുൾമുനയിലാണ്. കാരണം ഈ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം കൂടുതൽ കടുക്കുമോ, അത് വലിയൊരു പോരാട്ടത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ലോകമൊന്നാകെ ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ഇറാൻ പ്രത്യാക്രമണവും നടത്തിയിരിക്കുകയാണ്. ജനവാസ മേഖലയിലേക്കാണ് ഇറാന്റെ കൂട്ടൻ മിസൈലുകൾ വന്ന് പതിച്ചിട്ടുള്ളത്. ജയലക്ഷ്മി, ആര്യ, ഗുഡ് മോർണിംഗ്. അങ്ങനെ തുടങ്ങാവോ എന്നറിയില്ല. വളരെ കലുഷിതമായൊരു സാഹചര്യത്തിലാണ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് എന്ന് പറയുന്നതിനേക്കാളും ഒരു യുദ്ധം തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഈ ഏറ്റവും ഒടുവിൽ അപ്ഡേറ്റ്സ് ഒന്ന് പ്രധാനമായി പരിശോധിച്ചാൽ ഈ ഇറാന്റെ ആക്രമണത്തിൽ ജെറുസലേമിലും ഒപ്പം ടെൽ അവീവിലും തന്ത്രപ്രധാനമായ ഇസ്രായേലിലെ 2 കേന്ദ്രങ്ങളിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒടുവിൽ വരുന്ന വിവരങ്ങൾ. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കനത്ത നാശനഷ്ടം എന്ന് പറയുമ്പോൾ നിരവധി കെട്ടിടങ്ങൾ അവിടെ തകർന്നിട്ടുണ്ട്. ഒപ്പം നിരവധി പേർക്ക്, ഇപ്പോൾ ഏകദേശ കണക്കായി പറയുന്നത് 60-ലേറെ പേർക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം അനൌദ്യോഗികമായൊരു വിവരം വരുന്നത് ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു എന്ന തരത്തിൽ അനൌദ്യോഗികമായൊരു വിവരവും വരുന്നുണ്ട്. ഈ നാശത്തിനൊപ്പം തന്നെ കടുത്ത ആക്രമണം ഒരുപക്ഷെ ഇസ്രായേൽ പ്രതിരോധിക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതിനെ വെട്ടിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചത്. അതുകൊണ്ട് വലിയൊരു ഗുരുതരമായ സാഹചര്യമാണ് ഇസ്രായേലിൽ നേരിടുന്നത്. പ്രത്യേകിച്ച് ഒടുവിലൊരു വാർണിംഗ് കൂടെ ജനങ്ങൾക്ക് ഇസ്രായേലി സർക്കാർ നൽകിയിരിക്കുന്നു. സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തന്നെ തുടരുക എന്നൊരു വാർണിംഗ് കൂടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇസ്രായേലി സർക്കാർ അവരുടെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സ്ഥിതി വളരെ കലുഷിതമാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങളിലും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നിലവിൽ വായിച്ചെടുക്കുന്നത്. ഞാൻ അശ്വജിത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അശ്വജിത്ത് പറഞ്ഞതുപോലെ റിപ്പോർട്ടുകൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ പുറത്തുവരുന്ന ദൃശ്യങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത്തരമൊരു ദൃശ്യത്തിലേക്ക് നമുക്ക് പോയതിനു ശേഷം ഞാൻ അശ്വജിത്തിലേക്ക് കൂടുതൽ വിവരങ്ങൾ കൈവരാം. അശ്വജിത്ത്, ഇന്നലെ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് ഉപയോഗിച്ച ചില വാക്കുകളുണ്ട്. അത് പ്രിസിസീവ് അറ്റാക്ക് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുൻപും 2004 ഇസ്മയിൽ ഹനിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, നസ്രുള്ളയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അതായത് തെരഞ്ഞു പിടിച്ചുള്ള ഒരു ആക്രമണം തന്നെയാണ് അന്ന് ഇസ്രായേൽ നടത്തിയത്. ഈ മിലിറ്ററി റാങ്കിംഗ് ആണെങ്കിലും ശരി, സിവിലിയൻ റാങ്കിങ്ങിലാണെങ്കിലും ശരി, റാങ്കിങ്ങിൽ ഏറ്റവും മുതിർന്നു നിൽക്കുന്ന നേതാക്കളെ, നേതൃനിരയെ തന്നെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സംയുക്ത സൈനിക നേതാവാണ്, വിപ്ലവ ഗാർഡിന്റെ തലവനാണ് ഇല്ലാതായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. അദ്ദേഹം ആദ്യം കൊല്ലപ്പെട്ടു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരുടെ മിലിറ്ററി സിവിലിയൻ റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നു, തെരഞ്ഞു പിടിക്കുന്നു, അവരെയാണ് വധിക്കുന്നത്. അപ്പോൾ ഇറാന് തിരിച്ചടിക്കാതെ, പ്രത്യാക്രമണം നടത്താതെ മറ്റൊരു സാഹചര്യമില്ല എന്ന തരത്തിലേക്ക് ഇസ്രായേൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു. പ്രത്യാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇസ്രായേൽ പക്ഷേ ഇതിനു മുൻപ് ഇപ്പോൾ ഹമാസ് ആണെങ്കിലും ശരി, ഹിസ്ബുള്ള ആണെങ്കിലും ശരി, ഇതിനു മുമ്പ് കുറേ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം, ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന അയൺ ഡോം, ആരോ 3, അതിനെയൊക്കെ ഭേദിക്കാൻ, മറികടക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് അശ്വജിത്ത് ഇന്നത്തെ ഈ പുലർച്ചെയുടെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ആര്യ, അത് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത്, ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് തൊട്ട് പിന്നാലെ തന്നെ. അതായത് ഇന്നലെ തന്നെ 100ഓളം ഡ്രോണുകൾ ഇറാൻ ആദ്യം ഇസ്രായേൽ ലക്ഷ്യമാക്കി അയച്ചിരുന്നു. പക്ഷെ അതിന് പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ന് പുലർച്ചെ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചതാണിത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആക്ട് ചെയ്യാൻ കഴിയാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇത് എന്തുകൊണ്ട്
എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭരണാധികാരികളെ പോലും നിലവിൽ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത്, ഞെട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റുവേഷൻ കൂടുതൽ പാനിക് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഈ സ്ഥിതി വളരെ വളരെ ഗുരുതരമാണ് എന്ന് അവർ തന്നെ പറയാതെ പറയുന്നതും. ഒരുപക്ഷെ തുടർ ആക്രമണങ്ങൾ ഉണ്ടായാൽ, ഇറാനിൽ നിന്ന് തുടർ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് എങ്ങനെ പ്രതിരോധിക്കും, ഒരുപക്ഷെ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമോ എന്ന തരത്തിലാണ് ആശങ്കയും. ഇനി ഒടുവിൽ വന്ന ഒരു അപ്ഡേറ്റിലേക്ക് കൊണ്ടുവരാം. UN-ൽ നിന്ന് ഔദ്യോഗികമായി തന്നെ ഒരു പ്രതികരണം വരുന്നു. ആന്റോണിയോ ഗുട്രസ് കൃത്യമായി പറയുന്നു, ഇത് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകരുത്, അവസാനിപ്പിക്കാനുള്ള സമയമാണ്, ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ UN തന്നെ ഔദ്യോഗികമായി ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. എത്രത്തോളം ഫലം കാണുമെന്നുള്ളത് നമ്മൾ മുൻകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒരു സംശയമാണ്. ഇസ്രായേൽ ഒരുപക്ഷെ UN-ന്റെ അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും ഒക്കെ UN പറയുന്നത് കേൾക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ എങ്കിൽ പോലും UN നിലവിൽ ഐക്യരാഷ്ട്രസഭയിൽ വന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ചർച്ചകൾ ഏത് രീതിയിലായിരുന്നു അശ്വജിത്ത്? അതായത് ഇപ്പോൾ ഇസ്രായേൽ ഇന്നലെ പറഞ്ഞിരുന്നു ആണവ കേന്ദ്രങ്ങളും ആയിരുന്നു ലക്ഷ്യം. കാരണം 60% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ടെന്ന് ഇന്റലിജൻസ് കണ്ടെത്തി. അതിനെക്കൊണ്ടാണ് ആക്രമണം. അങ്ങനെയാണെങ്കിൽ 15 അണുബോംബൊക്കെ നിർമ്മിക്കാൻ കഴിയും ഇറാന്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആക്രമിക്കേണ്ടി വന്നു. അപ്പോഴും ആണവോർജ്ജ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം. പക്ഷേ ഈ ഐക്യരാഷ്ട്രസഭയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഈ ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നത്. ഇപ്പോൾ നദാൻസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച. നദാൻസിന്റെ പുറത്തുള്ള സൗകര്യങ്ങൾ തകർന്നു, പക്ഷേ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ എന്നൊരു വിലയിരുത്തലുണ്ടോ? ഈ ഐക്യരാഷ്ട്രസഭയിലെ ചർച്ചയിലേക്ക് വന്നാൽ അതിൽ ഇസ്രായേൽ ഉന്നയിച്ചത്, പ്രധാനമായ വാദം ഉന്നയിച്ചത്, ഒരുപക്ഷെ തങ്ങൾക്ക് നാശമുണ്ടാകുന്ന ഒരു സാഹചര്യം തടയാനുള്ള പ്രതിരോധം മാത്രമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ നാശം തടയുന്നതിനുള്ള ഒരു മുൻകൂട്ടി കണ്ടുള്ള ഒരു നടപടി മാത്രമാണ് എന്നതാണ് കഴിഞ്ഞ ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേൽ പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞത്. അതിന് തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ ഇസ്രായേൽ ഉന്നയിക്കുന്ന വാദവും അത് തന്നെയാണ്. ഒരുപക്ഷെ തങ്ങളുടെ പ്രതിരോധമാണത്, അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് തങ്ങൾ തിരഞ്ഞുപിടിച്ച്, ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രിസിസീവായി തിരഞ്ഞുപിടിച്ചുള്ള ആക്രമണം നടത്തുന്നത്. പക്ഷെ പകരം ഈ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അത് തങ്ങളുടെ ജനവാസ മേഖലയിലാണ്, അതൊരു തരത്തിലും അംഗീകരിക്കില്ല എന്നുകൂടെ ഇസ്രായേൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തീർച്ചയായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ ഒരു ഇനിയുള്ള ആക്ഷൻസ് എന്തായിരിക്കും. ഒരുപക്ഷെ അത് വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാം എന്ന തരത്തിൽ ട്രംപ് അമേരിക്കയുടെ ഒരു കൊട്ടേഷൻ ആണോ ഇതെന്ന് പോലും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്.